നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം ഒരു എൻട്രി എടുത്തു, എക്സിറ്റും എടുത്തായിരുന്നു. രണ്ടാമതും എൻട്രി എടുത്തിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡിനെ പറ്റി നമുക്ക് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലത്തെ ട്രേഡിനെ പറ്റി ഒന്ന് സംസാരിച്ചിരിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് വരാം. ഇന്നലെ നമ്മൾ ലാസ്റ്റ് എക്സിറ്റ് ചെയ്ത ഓർഡർ ആക്ച്വലി ബൈയിങ് സൈഡ് ആയിരുന്നു പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് എക്സിറ്റ് ചെയ്യുമായിരുന്നു. മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ട്രിഗർ ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ പോകുമായിരുന്നു. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടല്ല. നമ്മൾ 0.5% ആണ് നിരന്തരം സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം എൻട്രി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള എൻട്രി കിട്ടും. അതല്ല, ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമ്മൾ പോയി എൻട്രി എടുക്കുമ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ടൈം വെച്ച് കൊടുക്കേണ്ടി വരും. ഒപ്പം ഇന്നലെ നമുക്ക് അടിസ്ഥാനപരമായി കുറച്ച് തെറ്റുകൾ സംഭവിച്ചായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് ഇതാണല്ലോ. നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ ലൈൻ വരച്ചിരുന്നത് സംവെയർ ഈ ഒരു പോയിന്റിലായിട്ടാണ് നമ്മുടെ ലൈൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ലൈൻ കുറച്ചും കൂടെ നമ്മൾ താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിരുന്നു ഇന്നലത്തെ നമ്മളുടെ പ്രൈസ് ആക്ഷൻ ലൈൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 0.5% കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോയേക്കുന്നത്. അതാണ് നമുക്ക് ഇന്നലെ അബദ്ധം പറ്റിയത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ലൈനിൽ ചേഞ്ച് വന്നു, അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ആക്കാമായിരുന്നു, അത് നമുക്ക് നോക്കാനായിട്ട് നമ്മൾ ജൂലൈ 10th പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ജൂലൈ 10 പോയാൽ നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈൻ ഇപ്പോൾ ഉള്ളത് 287.35 അപ്പോൾ ജൂലൈ 10 എന്തായിരുന്നു അവിടുത്തെ പോയിന്റ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ പർട്ടിക്കുലർ ലൈൻ വരുന്നത്. അപ്പോൾ ജൂലൈ 10 ഇതാണ്. നമ്മൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഈ ഒരു പ്രൈസ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ലൈൻ വെച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ആയിരുന്നില്ല, ഇന്നലെ മേളിലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, താഴത്തേക്ക് വന്നപ്പോൾ മാർക്കറ്റ് എപ്പോഴാണോ താഴേക്ക് വന്നത് അപ്പോൾ സപ്പോർട്ട് കിട്ടിയ ഏരിയ. പക്ഷേ ഇന്നലെ നമ്മൾ പ്രൈസ് ആക്ഷൻ ലൈൻ വെച്ചിരുന്നത് ഏതാണ്ട് ഇവിടെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മുകളിലേക്ക് വന്നപ്പോൾ റെസിസ്റ്റൻസ് കിട്ടിയെടുത്താണ് നമ്മൾ ഇന്നലെ വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അത് എത്രയുടെയാണെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 0.68. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇന്നലെ സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അവിടെ അടിക്കത്തില്ലായിരുന്നു. ഇനി ഇന്ന് ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണവും കൂടെ ഈ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് ജൂലൈ 10 ഇവിടെ കണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിരുന്നു. ഇവിടെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു 95 ഫസ്റ്റ് എൻട്രി എടുത്തത്. 295 ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. 295 ഇവിടെയാണെങ്കിൽ ഇന്ന് പ്രൈസ് ഏകദേശം ഇവിടെ വരെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 295 നമ്മൾ എൻട്രി എടുത്തതായിട്ട് കണക്കൂട്ടിയാൽ താഴത്തേക്ക് ഇതാ ഇവിടെ വരെ തന്നെ നമുക്ക് 0.7%. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുണ്ടായ കാര്യം. ആക്ച്വലി ഇവിടെയും നമുക്ക് പറ്റിയ സെയിം മിസ്റ്റേക്കാണ്. അതായത് ഇന്നലെ സംഭവിച്ച അതേ മിസ്റ്റേക്ക് നമ്മൾ കൊണ്ടുപോയി റെസിസ്റ്റൻസിലാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നത്. ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുകളിലായിരുന്നു. അപ്പോൾ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടിയത് സപ്പോർട്ടായിരുന്നു വേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രൈസ് ലൈനിന് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താ അവസ്ഥയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലൈവായിട്ട് കാണാം. ഇപ്പോൾ ആ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ തന്നെ സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. ആദ്യം നമ്മുടെ ലൈൻ ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് നമുക്കിവിടെ ഇന്നത്തെ ദിവസം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് ആക്ഷൻ ലൈൻ ആയിരുന്നുകൊണ്ടാണ് നമ്മൾ 95 എൻട്രി എടുത്തത്. അപ്പോൾ ഇവിടെ ആയിരുന്നു ആക്ച്വലി ലൈൻ വരേണ്ടത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നോക്കി കറക്റ്റ് ചെയ്യാവുന്നൊരു പോയിൻ്റാണ്. ഓക്കെ, രണ്ടാമത്തെ എൻട്രി നമ്മൾ ഇവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ, അതായത് 393.75 നമ്മൾ എൻട്രി വെച്ചത്. അപ്പോൾ ആദ്യത്തെ പ്രൈസും രണ്ടാമത് കിട്ടിയ 10 ക്വാണ്ടിറ്റിയുടെ ആവറേജും തമ്മിലാണ്
ഈ ഒരു ആവറേജ് പ്രൈസ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, അതായത് ഇന്നലെ ഇവിടെ വരെ മാർക്കറ്റ് ലാസ്റ്റ് സ്വിംഗ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ നോക്കിയാലും ഇവിടെ ഒരു സ്വിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിങ്ങിൻ്റെ താഴത്തേക്ക് നമ്മളിപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. അവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തേക്കുന്ന ആവറേജ് പ്രൈസിൽ നിന്ന് 0.7% ആണ്. അപ്പോൾ 0.5% നമുക്ക് വെക്കാൻ പറ്റില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് എത്ര വെക്കണമോ അത്രയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി 0.5ലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാം. എപ്പോൾ നമ്മളുടെ 1:1 ഇവിടെ മാർക്കറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് 0.5%ലേക്ക് നമുക്ക് ട്രയൽ ചെയ്യാം. പിന്നെ നമ്മളിന്ന് ടാർഗറ്റ് വെച്ചേക്കുന്നത് 1:3 ആണ്. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൽ വന്ന് ടച്ച് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നലെ ഈ പ്രൈസ് ആക്ഷൻ ലൈൻ ഇവിടെ ആയിരുന്നില്ല, നമ്മൾ ഇവിടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ വന്ന് ടച്ച് ചെയ്യാൻ മാർക്കറ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് അങ്ങോട്ടേക്ക് വന്നു. അതായത് നമ്മൾ 1:3 ആണ് ഇന്നലെ ടാർഗറ്റ് ചെയ്തിരുന്നത്. ആ 1:3 ഇന്നലെ കിട്ടുമായിരുന്നു. നമ്മൾ എൻട്രി പോയിൻ്റ്, ഈ എന്താ പറയണേ, സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നതിൽ നമുക്ക് തെറ്റ് പറ്റിയാൽ അത് അടിസ്ഥാനപരമായ തെറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു അടിസ്ഥാനപരമായ ഫൗണ്ടേഷണൽ മിസ്റ്റേക്ക് അതുകൊണ്ടിട്ടാണ് ഇന്നലെ നമുക്ക് ലോസ് വന്നത്. പ്ലസ് ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് അക്കോർഡിംഗ് ടു മാർക്കറ്റ് സ്ട്രക്ചർ അല്ല, 0.5% ആണ്. അപ്പോൾ 0.5% എന്ന നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അക്കോർഡിംഗ് ടു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തോണം. അതിനുശേഷം അറ്റ്ലീസ്റ്റ് 1:1 2ലേക്കൊക്കെ എത്തുന്ന സമയത്ത് മാത്രം പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ആക്ച്വൽ സ്റ്റോപ്പ് ലോസിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ കൃത്യമായി സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുവാണ്. അപ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മൾ 2 എൻട്രി 3 എൻട്രി ഒന്നും ഒരു ദിവസം പോയി എടുക്കാൻ പോകരുത്. അപ്പോൾ നമ്മൾ ഇന്നലെ അത് ചെയ്തു, അതുപോലെ തന്നെ ഇന്നും അത് ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾക്ക് കുറച്ച് ഫൗണ്ടേഷണൽ മിസ്റ്റേക്ക് സംഭവിച്ചു. അത് നമ്മളിവിടെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആക്ച്വൽ നമ്മുടെ സപ്പോർട്ട് ലൈൻ വരുന്നത്. അതേ നമ്മൾ മാർക്ക് ചെയ്തത് തെറ്റായിട്ടാണ്, ഇവിടെയാണ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റിയൽ ട്രേഡ് എടുക്കാനായിട്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ 100 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ 100 ദിവസം കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇനി നമ്മൾ മുന്നോട്ട് കറക്റ്റ് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ഈ ഫൗണ്ടേഷണൽ മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണല്ലോ, 10 ക്വാണ്ടിറ്റീസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ നമ്മൾ രണ്ടാമത് ഇത് കറക്റ്റ് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു ഈ കറക്റ്റ് പ്രൈസ് ആക്ഷൻ നമ്മൾ വീണ്ടും എൻട്രി എടുത്തേക്കുവാണ്. ഇനി ഇത് കറക്റ്റ് ആകാൻ ഇവിടെ വരണം. ഇവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. ഒപ്പം തന്നെ നമ്മൾ പറയാറുണ്ട്, ഈ സ്റ്റോക്കിൻ്റെ ഇന്നലെ നമ്മൾ ചെക്ക് ചെയ്താണ് ATR 3.17% ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെയും നമ്മളത് പറഞ്ഞിരുന്നു, വീഡിയോ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അക്കോർഡിംഗ് ടു ATR ഇന്നലെയും മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടാമായിരുന്നു എന്ന് ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ATR വെച്ചിട്ടും ഇതിന് പോകാവുന്ന ലെവലെന്ന് പറയുന്നത് ഇതാ ഇവിടെ വരെ 3% എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ മാർക്കറ്റിൽ നിന്നും വരാം. അപ്പോൾ നമ്മളെവിടെ എൻട്രി സ്റ്റോപ്പ് ലോസ് വെച്ച് ടാർഗറ്റ് വെച്ചേക്കുന്നത് 1:3യിലാണ്. അത് അവിടെ തന്നെ കിടന്നോട്ടെ, നമ്മളത് മാറ്റുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയലിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആയി. അപ്പോൾ നമുക്ക് 1:1 എവിടെയാണെന്നൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വരാം. നമ്മൾ ബൈ ആണിന്ന് ചെയ്തേക്കുന്നത്. സോ ബൈയിങ് പൊസിഷനിൽ 1:1 296 45 296 296. ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. നമ്മുടെ എൻട്രി പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് 294.95 ആണ്. ഇവിടെ 294.40 നമ്മുടെ ആവറേജ് പ്രൈസ് വന്നേക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. 294.40. ഇപ്പോൾ 1:1 കാണിക്കുന്നത് 295.90. 295.90. അപ്പോൾ നമ്മുടെ 1:1 ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാവുന്നതിലേക്ക് ട്രയൽ ചെയ്യാം. അതായത് 292.90 നമുക്ക് ട്രയൽ ചെയ്ത് വയ്ക്കാം. 292.90.
അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സിലാക്കുന്നത്. നമുക്കതനുസരിച്ച് കാര്യങ്ങൾ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇനി 1:2 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് ട്രയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ 1:2 കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയാൽ 297 35 297 35. ഇരുന്നൂറ്റി 35 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ സ്റ്റോപ്പ് ലോസ് എടുത്ത് ട്രയൽ ചെയ്യും. അതായത് പിന്നെ നമുക്ക് ലോസ് വേണ്ട. അപ്പോൾ ടാർഗറ്റ് ഒന്നെങ്കിൽ 1:3 നമുക്ക് കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കിയിട്ട് പോകണം. ആക്ച്വലി സത്യം പറഞ്ഞ് ഇപ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ട്രേഡ് എക്സിറ്റ് എടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം 1:1 മുകളിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. പ്രോഫിറ്റിൽ ഇറങ്ങി പോകണമെന്നുണ്ട്. പക്ഷേ അത് ശരിയായ നടപടിയല്ല. നമ്മൾ ടാർഗറ്റ് ഇട്ട് ആ ടാർഗറ്റ് എടുക്കാനുള്ള ക്ഷമ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോസ്, അതിന് വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ ലോസ് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ടാർഗറ്റ് എടുക്കാനും ഉള്ള ക്ഷമ ഇല്ല ധൈര്യം കിട്ടത്തുള്ളൂ. ഒന്ന് നഷ്ടപ്പെടുത്താതെ നമുക്കൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഒപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തും. ടാർഗറ്റ് അടിക്കുന്നതിന് മുമ്പൊക്കെ ചിലപ്പോൾ നിർത്തും. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് എടുക്കണം. വീഡിയോ കണ്ടതിന് ശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, നമുക്ക് എത്ര പെർസെൻറ്റേജ്, ഇല്ലെങ്കിൽ 1:2 കിട്ടുമായിരുന്നോ, 1:1 കിട്ടുമായിരുന്നോ, 1:3 കിട്ടുമായിരുന്നോ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര എടുക്കുമായിരുന്നു, അത് നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം. എന്നിട്ട് ഈ വീഡിയോയുടെ റിസൾട്ട് ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്യുന്നില്ല ഉടനെയെങ്കിൽ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ റിസൾട്ട് നാളത്തെ വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഹോംവർക്ക് ബേസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എന്നോടൊപ്പം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ വെറുതെ വീഡിയോ കണ്ടിരുന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വീഡിയോ വന്നു അതിന് എത്ര എടുക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയുള്ള കമൻറ്റൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിനോടൊപ്പം തന്നെ, അതായത് ഞാൻ എന്ത് ലോജിക്കാണോ ചിന്തിക്കുന്ന, എന്ത് റിസൾട്ടാണോ കിട്ടുന്ന അതേ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റും എന്നൊരു പ്രതീക്ഷയും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ഈ ഒരു ഹോംവർക്കിൻ്റെ ഒരു മെത്തേഡും കൂടെ നമ്മളൊന്ന് സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് ഇതിനെ നോക്കിക്കാണുന്ന ആൾക്കാർ ആ രീതിയിൽ തന്നെ ഒന്ന് സഹകരിക്കുക. നമുക്കിത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എത്രമാത്രം വേഗത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് കണ്ടെത്താം. അതായത് ഞാൻ ഒരാളിപ്പോൾ പറയുന്നത് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും ഒരാൾ മാത്രമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളൊന്ന് കൂട്ടായിട്ട്, അതായത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒരാളുടെ തലച്ചോറ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. കിട്ടാവുന്ന സൊല്യൂഷൻസിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഒരു 10 പേര് കൂടിയിരുന്ന് ആലോചിക്കുമ്പോൾ കുറച്ചും കൂടെ കൃത്യതയാർന്ന, കുറച്ചും കൂടെ ബെനിഫിറ്റ് നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിലുള്ള ഒത്തിരി മികച്ച അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ നിങ്ങളിത് ഹോംവർക്കായിട്ടും കൂടെ കമൻറ്റിലും കൂടെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ കൂട്ടായിട്ട് കുറേ പേരുടെ ചിന്തകൾ അതിനകത്ത് ഷെയർഡായിട്ട് വരും. അപ്പോൾ ഓരോരുത്തരുടെയും ചിന്തകൾ നിങ്ങൾ ഇപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. എന്തൊക്കെ മാറ്റം അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഗുണപ്പെടുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാനും കൂടെ ഒരവസരമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ 1:2 ടച്ച് ചെയ്യുന്നത് വരെ നമ്മൾ ഒന്ന് പോസ് ചെയ്ത് വെക്കാൻ പോവാണ്. ഞാനിവിടെ ഒന്ന് അലർട്ട് ഇടാം. അതിനുശേഷം ഇപ്പോൾ ഡോമിനെ പറ്റി കുറച്ച് പേര് ചോദിച്ചിരുന്നു. അതും കൂടെ ഞാനൊന്ന് ഈ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമ്മൾ പോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഡോം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇട്ടേക്കുന്ന ലിമിറ്റ് ഓർഡർ സെൽ ഓർഡറാണ്. അപ്പോൾ ഈ സെല്ലിംഗ് സൈഡിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മുകളിലേക്ക് വരുമ്പോൾ സെല്ലിംഗ് സൈഡിൽ ആ ഒരു ഓർഡർ കിടക്കുന്ന കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് താഴത്തേക്ക് വരും തോറും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് കിടക്കുന്നതെന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഇട്ടേക്കുന്ന ആൾക്കാരുടെ ക്വാണ്ടിറ്റീസാണ് നമ്മൾ ഈ 2 സൈഡിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാവുന്ന, മാർക്കറ്റ് ബൈ ഓർഡർ, അതായത് മാർക്കറ്റ് ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും, പ്രൈസ് മുകളിലേക്ക് കയറും അല്ലേ. കാരണം ലിമിറ്റ് പ്രൈസിലല്ല അവർ ബൈ ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസിലാണ്. അതായത് ഇപ്പം മാർക്കറ്റിലുള്ള ഏത് പ്രൈസാണോ ആ പ്രൈസിൽ അവർ വാങ്ങിക്കാൻ തയ്യാറാണ്. അങ്ങനെ ബൈ ഓർഡേഴ്സ് വന്നാൽ പ്രൈസ് മുകളിലേക്ക് കയറിപ്പോകും. ശരിയാണല്ലോ. ഇവിടെ ഡോമിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് 29K സെൽ ഓർഡേഴ്സ് ഇവിടെ കിടപ്പുണ്ട്.
അപ്പോൾ മാർക്കറ്റ് ബൈ ഓർഡേഴ്സും ലിമിറ്റ് സെൽ ഓർഡേഴ്സും തമ്മിലാണ് മാച്ച് ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ബൈ ഓർഡേഴ്സും ലിമിറ്റ് സെൽ ഓർഡേഴ്സും തമ്മിൽ മാച്ചാവുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതലുള്ളത് എവിടെയാണ്? കൂടുതലുള്ളത് ഇപ്പോൾ 2542K ഒക്കെ കാണിക്കുന്നത് സെല്ലിംഗ് സൈഡാണ്. അപ്പോൾ ബൈയിങ് സൈഡിൽ ഹ്യൂജ് വോളിയം വരുവാണ് മാർക്കറ്റ് ഓർഡർ. അപ്പോൾ മാർക്കറ്റ് ഓർഡർ വന്ന് ഇതിനെ ക്ലിയർ ചെയ്താൽ, അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോളിയം കാണിക്കുന്നത് 295.75 ഇത് ക്ലിയർ ചെയ്താൽ വലിയൊരു മൂവ് മുകളിലേക്കുണ്ടാവാം. അതായത് സെല്ലേഴ്സ് കൂടുതലുള്ള വോളിയം എവിടെയാണോ അത് കംപ്ലീറ്റ് മാർക്കറ്റ് ഓർഡർ വെച്ചിട്ട് ഫില്ലായി പോയാൽ പിന്നീട് പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യാം. ഇനി ഇപ്പോൾ 52,000 ഓർഡർ ഇവിടെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് ഗസ് ചെയ്യുന്നത്. നേരെ മറിച്ച് 52,000 ഓർഡർ ഇവിടെയും ഇവിടെ കാണുന്ന പോലെ 15,000 ഓർഡർ ഇവിടെയുമാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ബൈയിങ് സൈഡിൽ 52,000ഉം സെല്ലിങ് സൈഡിൽ 15,000 കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും മാർക്കറ്റ് താഴെ പോകാനാണ് സാധ്യത. എന്താണ് കാരണം? മാർക്കറ്റ് ഓർഡർ സെൽ ഓർഡേഴ്സ് മാർക്കറ്റ് ഓർഡറായിട്ട് വന്നാൽ, ഹ്യൂജ് ഓർഡേഴ്സ് വന്നാൽ ഈ 52,000 ഇവിടെ ഉള്ളത്, ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളത് എവിടെയാണ്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 295.60 അല്ലെങ്കിൽ 295.50 നല്ല ഓർഡർ ഇവിടെ കിടപ്പുണ്ട്. ഒരു 10,000 ഓർഡർ ഇവിടെ കിടക്കുന്ന നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. അത് ക്ലിയർ ആയാൽ എന്ത് സംഭവിക്കും? ആ മാർക്കറ്റ് ഓർഡർ വന്നാൽ, ഇത് ലിമിറ്റ് ഓർഡർ എവിടെ ഇട്ട് വെച്ചേക്കുന്നത് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ വന്ന് അത് ക്ലിയർ ആയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കുത്തൊഴുക്ക് സെല്ലിംഗ് സൈഡിലേക്ക്, മാർക്കറ്റ് ഓർഡർ സെല്ല് ഓർഡേഴ്സ് വരുന്നു. അപ്പോൾ മാർക്കറ്റ് താഴെ പോകാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹൈ കട്ട് ചെയ്തു. ഇപ്പോൾ ഹൈ കട്ട് ചെയ്തപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ കണ്ടോ 30,000 ഓർഡർ ബൈ ഓർഡേഴ്സ് വന്നിട്ടാണ് ഹൈ കട്ട് ചെയ്തേക്കുന്നത്. 30,000 ഓർഡർ ബൈ ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് മാർക്കറ്റ് ഓർഡർ കയറി. അതായത് എത്രയിലാണ് ആ ബൈ ഓർഡർ വന്നത്? നമുക്കിവിടെ നോക്കാം. 30,000 ഓർഡർ വന്നേക്കുന്നത് 96.10 അപ്പോൾ 96.10 ഏതാണ് പ്രൈസ്? ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ നിങ്ങൾ നോക്കൂ, 296.5 അപ്പോൾ 296.10 ഇവിടെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്തിട്ടേച്ചു? സെല്ല് ചെയ്യാൻ വേണ്ടി ഇട്ടേച്ചു. ആ സെൽ ഓർഡർ കംപ്ലീറ്റ് ഇവിടെ മാർക്കറ്റ് ബൈ ഓർഡേഴ്സിൽ ബൈ ചെയ്ത് കയറി ക്ലിയർ ചെയ്തു. അത് ക്ലിയർ ചെയ്താൽ പിന്നെന്താ? മുകളിലേക്ക് മാർക്കറ്റ് പോകണം. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടത്. ആ ഓർഡേഴ്സ്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എല്ലാം ഇവിടെ ക്ലിയറായി. പിന്നെന്താ? നല്ല രീതിയിൽ ക്വാണ്ടിറ്റി മുകളിലേക്ക് വരുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതായത് ലിമിറ്റിൽ സെല്ല് ചെയ്യാൻ ഇട്ടേക്കുന്നതിനെ മാർക്കറ്റ് ഓർഡർ ബൈ ഓർഡേഴ്സ് കൊണ്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ലിമിറ്റ് ഓർഡേഴ്സ് ബൈ ഹ്യൂജ് ഓർഡേഴ്സ് കിടക്കുന്നതിനെ മാർക്കറ്റ് ഓർഡർ സെൽ ഓർഡേഴ്സ് വെച്ച് ക്ലിയർ ചെയ്താൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഫോളോ ചെയ്യും. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത വീഡിയോകളിൽ നമ്മളതൊന്ന് വിശദീകരിച്ച് പോകുന്നുണ്ടാകും. ഇപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ എന്താ പറയുക, നമ്മുടെ അലർട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് മാറാം. ഇനി ഇതിനകത്ത് നോക്കിയിരിക്കുന്നില്ല, കാരണം നോക്കിയിരുന്നാൽ നമ്മൾ പോയിട്ട് ഇടയ്ക്ക് വെച്ച് എക്സിറ്റൊക്കെ എടുത്ത് പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു 1:5 കിട്ടാവുന്ന ട്രേഡ് പോലും നമ്മൾ 1:2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഫുൾ എടുക്കണം. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ തിരിച്ചറിഞ്ഞാൽ നോക്കിയിരിക്കാതിരിക്കുക, അതാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഇനി വെക്കേണ്ട കാര്യമില്ല, ഇതിവിടെ ഹിറ്റാവുകയാണ്. അപ്പോൾ 1:2 ഇവിടെ ഹിറ്റാവുന്നു. ഇനി നമുക്ക് കൺഫേം ചെയ്യേണ്ടത് ഇവിടുത്തെ ഇതാണോ, അതിനിടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ടോ, നേരത്തെ എക്സിറ്റ് എടുക്കണമെന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് നമ്മളത് പ്ലാൻ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് പോകേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. നമ്മളിവിടുന്ന് ഡേ ക്യാൻഡിലേക്ക് മാറുവാണ്. ഡേ ക്യാൻഡിൽ മാറുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ദിവസം ഏതാണ്? ഈ ദിവസം ഈ റെഡ് ക്യാൻഡിൽ കാണുന്ന ദിവസം അത് വരുന്നത് സെപ്റ്റംബർ 10 അപ്പോൾ സെപ്റ്റംബർ 10 ഈ പ്രൈസ് പോയിൻറ്റുകളിലൂടെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചേക്കുന്നതെന്ന് നോക്കണം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എക്സിറ്റ് പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ക്യാൻഡലിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഡേറ്റ് എങ്ങോട്ട് പോകണം? സെപ്റ്റംബർ 10 പോകണം. സെപ്റ്റംബർ 10 നമുക്ക് വീണ്ടും പോകണം. സെപ്റ്റംബർ 10 നമ്മൾ വന്നു. അപ്പോൾ ഇതാണ് ഈ പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് അന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. അതിന് മുമ്പ് എവിടെയെങ്കിലും നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുമോ, അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 15 മിനിറ്റിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, ഇവിടെയും റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു.
അപ്പോൾ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ഇവിടെ വരെ വരുമെന്ന് നമുക്കിപ്പോൾ തോന്നുകയാണ്. ഇനി ഇവിടെ ഒരു സപ്പോർട്ട് താഴത്തേക്ക് വന്നപ്പോൾ എടുത്തിരുന്നു. മനസ്സിലാക്കുക, ആ ഒരു സപ്പോർട്ട് ഇന്നിവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിനെ ക്ലിയർ ചെയ്യാൻ മാർക്കറ്റിന് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റേണ്ടതാണ്. അതിനുള്ള കാരണം എന്താ? നമുക്കറിയാം മാർക്കറ്റിൻ്റെ ATR, നമ്മുടെ സ്റ്റോക്കിൻ്റെ ATR വരുന്ന 3%. ഇന്നിവിടെ നല്ല സപ്പോർട്ട് ഇതിന് കിട്ടി, ഒപ്പം ഡേ ഹൈ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. സോ ഇനി മുകളിലേക്കാണ് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിന് പോവേണ്ടത്, ഇല്ലേ പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ലോയിൽ നിന്ന് നമ്മൾ ഹൈയിലേക്ക് മെഷർ ചെയ്യുന്നു. 1.5% ആയിട്ടുള്ളൂ. നമുക്ക് എവിടം വരെ പോകണ്ടേ? 3%. അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നു, 2.5% ഉള്ളൂ. ATR എത്ര? 3 ഉണ്ട്. അപ്പോൾ ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ മാർക്കറ്റിന് പോകാം. അതായത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റിൽ, അതായത് സെപ്റ്റംബർ 10 ഹൈ വരെ മാർക്കറ്റിൽ നിന്ന് പോകാൻ അക്കോർഡിംഗ് ടു അതിൻ്റെ ATR വെച്ചിട്ട് അതിന് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു പോയിന്റിൽ നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ഒരു റെസിസ്റ്റൻസിനെ ഇമ്മീഡിയറ്റ്ലി അതിന് സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കും. റിവേഴ്സ് എടുത്താൽ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് മാർക്കറ്റ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ സപ്പോർട്ട് എടുക്കുന്നില്ല എങ്കിൽ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പോരാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയ. ഇനി അവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നാൽ വീണ്ടും ഇവിടെ ഒരു തവണ അടിച്ചു അല്ലേ, രണ്ടാമത് വീണ്ടും ഇവിടെ വന്ന് അടിച്ചു, മൂന്നാമതും വന്ന് അടിച്ചു. ഇപ്പോൾ നമുക്കറിയാം ഒരു പാറ പൊട്ടിക്കുന്ന ആൾ ഒന്നാമത്തെ അടിയിൽ പാറ പൊട്ടത്തില്ല, പക്ഷേ നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വൺസ് എപ്പോഴാന്ന് ഇല്ലെങ്കിൽ എത്രാമത്തെ അടിയിലാണ് പൊട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ലെങ്കിലും അത് പൊട്ടും. അത് തന്നെ ഇവിടെയും സംഭവിക്കും. താഴത്തേക്ക് പൊട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പൊട്ടാൻ സാധ്യതയുണ്ട്. കൂടുതലും മുകളിലേക്കാണ് വന്ന് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ താഴത്താണോ കൂടുതൽ തവണ ഹിറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ അടി എവിടെയാണ് കൂടുതൽ തവണ കിട്ടുന്നത്? അപ്പോൾ ഇവിടെ കൂടുതൽ അടി അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് പൊട്ടും, മുകളിലാണ് കൂടുതൽ അടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പൊട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നൊക്കെ മാർക്കറ്റിൻ്റെ പൾസ് അനുസരിച്ച് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് മാർക്കറ്റിൽ നമ്മൾ അബദ്ധം സംഭവിച്ചത് പലപ്പോഴും ഫസ്റ്റ് ക്യാൻഡിൽ ചാടിക്കയറി എൻട്രി എടുത്തപ്പോഴാണ്. ഇപ്പോൾ ഫസ്റ്റ് വലിയൊരു മൂവൊക്കെ നടത്തി പോകുന്നുണ്ട്, അത് നമ്മൾ ചാടിക്കയറി എൻട്രി എടുത്തില്ലെങ്കിൽ കിട്ടത്തുമില്ല. എന്നിരുന്നാൽ പോലും അബദ്ധങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് മൂവ്മെൻറ്റിൽ എൻട്രി എടുക്കുമ്പോഴാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടുള്ള 2 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മളിവിടെയാണ് ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ ലൈൻ മാർക്ക് ചെയ്തിരുന്നത്. അത് അവിടെയല്ല ശരിക്കും മാർക്ക് ചെയ്യേണ്ടത്, താഴത്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ്. ഹിസ്റ്റോറിക്കലി പോയി നോക്കി അവിടെ നമ്മൾ മാർക്ക് ചെയ്തു, അവിടെ തന്നെയാണ് സപ്പോർട്ട് എടുക്കുന്നതെന്ന് നമ്മൾ കൺഫേം ചെയ്തു. അതിന് ശേഷമാണ് അടുത്ത എൻട്രി നമ്മൾ ഈ റെഡ് ക്യാൻഡിലിന് മുകളിൽ പ്ലേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു ഇന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ ആദ്യത്തെ അബദ്ധം നമുക്ക് പറ്റില്ലായിരുന്നു. ഫേക്ക് മൂവുകളൊക്കെ മാർക്കറ്റ് ആദ്യം തന്നെയാണ് നടത്തുന്നത്. അതിനുശേഷം അതൊന്ന് സെറ്റിലായി കൃത്യമായ ഒരു സപ്പോർട്ടോ ഇല്ലെങ്കിൽ റെസിസ്റ്റൻസോ മാർക്കറ്റ് എടുത്തു എന്ന് മനസ്സിലാക്കി അത് എവിടെയാണെന്ന് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കൺഫർമേഷനും കൂടെ എടുത്തതിന് ശേഷം അതിനെ മാർക്ക് ചെയ്ത് നമ്മൾ എൻട്രി എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അബദ്ധങ്ങളൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുന്ന് നമ്മൾ ബൈ ചെയ്തു, ശരിയാണ്, നമ്മുടെ ഡയറക്ഷൻ കറക്റ്റാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കി അത് കൺഫർമേഷൻ എടുത്തിട്ട് ഇവിടുന്ന് ബൈ ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ₹1 കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യാൻ പറ്റി. ഓക്കെ, ₹1 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 0.5% നമുക്ക് ബെനിഫിറ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 0.5% എന്ന് പറയുമ്പോൾ 5 ടൈംസ് ലിവറേജും കൂടെ എടുക്കുമ്പോൾ 2.5%ൻ്റെ ബെനിഫിറ്റാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ദാറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ പലപ്പോഴും പ്രൈസ് നമുക്ക് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിൽ എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കുമ്പോഴും അതേപോലെ തന്നെ റിസ്ക് റിവാർഡും ഹൈ ആയിട്ട് വെക്കാൻ പറ്റും. കാരണം പ്രൈസ് നമുക്ക് ബെനിഫിഷ്യലായി കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസ്ക് റിവാർഡ് നമുക്ക് കൂടുതൽ കിട്ടുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ ഒന്ന് ഒഴിവാക്കിയിട്ട്, അതല്ലെങ്കിൽ അത്രയ്ക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഫസ്റ്റ് ക്യാൻഡിൽ എടുക്കുക. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നമ്മളൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്കറ്റോ ഒന്ന് മേക്ക് ചെയ്യുന്നത് ഒന്ന് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് അതിനെ ഒന്ന് കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷം
നമ്മൾ പിന്നീട് അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ റിസ്ക് റിവാർഡ് നമുക്കവിടെ കിട്ടുന്നുണ്ടാകും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 136 നിന്ന് ഇവിടെ കൂടി 200 ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് നമ്മുടെ സൈഡിലേക്ക് വരും എന്ന് നമുക്ക് ഏകദേശം ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റി 50 എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നിഫ്റ്റി 50യും നന്നായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ നല്ലൊരു മൂവാണ് ഇൻഡെക്സ് മുകളിലേക്ക് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇത് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓൾ ടൈം ഹൈ അല്ല. മാർക്കറ്റ് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ഇവിടെ ഉണ്ട്, ഒത്തിരി മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഗ്യാപ്പ് മുകളിലേക്ക് ഉണ്ട്. പ്രൈസിനവിടെ റിജക്ഷൻ ഇപ്പോൾ കിട്ടേണ്ട കാര്യമില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് താഴെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിന് താഴെയുമാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് 1:2 ഇപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ജസ്റ്റ് അലാറം വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 1:2 പ്രൈസ് വരുന്നത് 297 രൂപ 35 പൈസയിലാണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 297 രൂപ 35 പൈസ. ഇനി നമുക്ക് ആ അലർട്ട് അടിച്ചതിന് ശേഷം നോക്കാം. ഓക്കെ, ഒന്നുകിൽ ആദ്യം അലർട്ട് അടിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ അലർട്ട് അടിക്കും. അപ്പോൾ ഇതേതെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇനി നോക്കാം. വെറുതെ ഇതിൻ്റെ മുന്നിൽ നോക്കിയിരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് അതിന് ശേഷം നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം മാർക്കറ്റ് 1:2ൻ്റെ തൊട്ടടുത്തെത്തി. അതിനുശേഷം താഴത്തേക്ക് എൻട്രി എടുത്ത പോയിൻ്റ് വരെ പോയി. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നതാണ്. അതിങ്ങനെയാണ്, നമ്മൾ എൻട്രി എടുക്കുന്നിടത്ത് നിന്ന് 1:2 ടച്ച് ചെയ്യത്തില്ല. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ നമ്മുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. 2ൻ്റെ തൊട്ടടുത്തെത്തും, അല്ലെങ്കിൽ 2 ടച്ച് ചെയ്യും, എന്നിട്ട് തിരികെ വരും. തിരികെ വന്നിട്ട് നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റ് വരെ അത് വരും. അതായത് നമ്മൾ 1:1 ബ്രേക്ക് ഈവനിലോ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുക്കും. എന്നിട്ട് എൻട്രി എടുത്ത പോയിന്റും വന്ന് ടച്ച് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു പോയിട്ടാണ് 1:3ഉം 5ഉം ഒക്കെ പോയേക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ തോന്നലുകളാണ് ഞാനീ പറയുന്നത്. പക്ഷേ റിപ്പീറ്റഡ്ലി ഇത് സംഭവിക്കുകയാണെങ്കിൽ അതിനൊരു സാധ്യത, ഈ തോന്നലുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അതിതാണ്, ഇവിടുന്ന് എൻട്രി എടുത്ത ഒരാൾ 1:2 എന്തായാലും എക്സിറ്റ് എടുക്കും. ഇനി എക്സിറ്റ് അവിടെ എടുക്കുന്നില്ല എങ്കിൽ ട്രയൽ ചെയ്യും 1:1 ബ്രേക്ക് ഈവനിലേക്കോ. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസുകളെല്ലാം മാർക്കറ്റ് തിരികെ വന്ന് എടുക്കുവാണ്. ഇതെടുത്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് പോവുക. കാരണം ഈ തിരിച്ച് വരവിൽ മാർക്കറ്റിന് കംപ്ലീറ്റ് ലിക്വിഡിറ്റി കിട്ടി, മാക്സിമം പ്രോഫിറ്റ് മാർക്കറ്റിന് കിട്ടി. എന്നിട്ട് മാർക്കറ്റ് അതിൻ്റെ റിയൽ ടാർഗറ്റിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഇന്നും അത് തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതായത് ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് ഇനി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം നമ്മുടെ പ്രതീക്ഷയാണ് കേട്ടോ, തോന്നലുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ അത് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി 1:2ഉം ഒക്കെ കട്ട് ചെയ്ത് 3യും കട്ട് ചെയ്ത് ഇത് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ പലവട്ടം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇതിൻ്റെ 3% ATR ഉള്ളപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസേ ഇനി ഒരു റെസിസ്റ്റൻസായി മാറേണ്ടതുള്ളൂ. ഇതെത്രയല്ല, 2.5%-ലാണ്. അപ്പോൾ 3% വരെ മാർക്കറ്റിന് പോകാം. അതായത് ഇതിനെ കട്ട് ചെയ്ത് മുകളിലേക്കും പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ കിടപ്പുണ്ട്. അത് 0.76%-ലാണ്. അതിൻ്റെ മധ്യഭാഗമെങ്കിലും, അതായത് 301.40 വരെയെങ്കിലും മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ വരും. ഇനി ഇവിടം മിസ് ചെയ്താൽ മിനിമം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 301.40 വരെ മാർക്കറ്റ് പോകുമെന്നാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് നിങ്ങളുടെ ഹോംവർക്കാണ്. ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്കിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളാണ് ഈ ട്രേഡ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 1:1 എക്സിറ്റ് ചെയ്യോ, 1:2 എക്സിറ്റ് ചെയ്യോ, അതോ 1:3 എക്സിറ്റ് ചെയ്യോ, അതോ ഫുൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യോ, എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു കാരണം നിങ്ങൾക്കുണ്ടാകും. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഈ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഐഡിയാസൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം എന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.